MDMA കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉയർത്തുന്ന പ്രതിരോധങ്ങൾ ഓരോ ദിവസവും പൊളിഞ്ഞു വീഴുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും കൈരളി ന്യൂസ് പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ്. അതായത് ഒരു ലാത്തി ചാർജിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ ലാത്തി ചാർജിലാണ് ഈ മുഹമ്മദ് ഹുസൈനുമായിട്ടുള്ള പരിചയമെന്നാണല്ലോ മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനു മുൻപ് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. എന്നാൽ അത് കളവാണെന്ന് 2021 മുതൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ മുഹമ്മദ് ഹുസൈൻ്റെ ഫേസ്ബുക്ക് വാളിലും ഇൻസ്റ്റാ വാളിലും ഒക്കെ ഉണ്ട് എന്നത് പിന്നീട് പൊതുസമൂഹം കണ്ടതാണ്. വലിയ വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് എത്തുകയും ചെയ്തതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് അസാധാരണമായ ബന്ധമാണ് ഈ മുഹമ്മദ് ഹുസൈനും മുഖ്യമന്ത്രിയായ വി ഡി സതീശനും തമ്മിൽ ഉള്ളത് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ MDMA പ്രതികൾക്ക് മുഖ്യമന്ത്രിയുമായുള്ളത് അസാധാരണമായ ബന്ധം. വി ഡി സതീശൻ 2025 കോഴിക്കോട് നടത്തിയ ഇഫ്താറിലേക്കും മുഹമ്മദ് ഹുസൈന് ക്ഷണം ലഭിച്ചിരുന്നു. ആ ഇഫ്താർ വിരുന്നെന്ന് പറയുന്നത് മലബാറിലുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രം നടത്തിയ ഇഫ്താർ വിരുന്നായിരുന്നു. അങ്ങനെ മലബാറിലുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് വേണ്ടി നടത്തിയ ഇഫ്താർ വിരുന്നിലേക്ക് മലബാറിന് പുറത്തുനിന്ന് ക്ഷണം കിട്ടിയ ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ മുഹമ്മദ് ഹുസൈൻ ആയിരുന്നു. അങ്ങനെ ഒരു ലാത്തി ചാർജിൽ പരിക്കേറ്റ ഒരു സാധാ പ്രവർത്തകനുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ എങ്ങനെ ഈ ഇഫ്താർ വിരുന്നിലേക്ക് മലബാറിന് പുറത്തുനിന്ന് മുഹമ്മദ് ഹുസൈന് മാത്രം ക്ഷണം കിട്ടി? ക്ഷണിക്കപ്പെട്ട അതിഥിയാകാൻ എന്ത് അടുപ്പമാണ് മുഖ്യമന്ത്രിയും മുഹമ്മദ് ഹുസൈനും തമ്മിലുള്ളത്? ചോദ്യങ്ങൾക്ക് മറുപടി പറയണം മുഖ്യമന്ത്രി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെറുതെ പറയുകയല്ല. ചിത്രങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് നൽകുകയാണ്. നമുക്ക് ആ ചിത്രങ്ങളൊന്ന് കാണാം. പല വിധത്തിലുള്ള ഇടപെടലുകളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഇഫ്താർ വിരുന്നിന്റെ ചിത്രങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് തരാം. സാലി മുഹമ്മദ് കൂടി ഇതാണ് ഇഫ്താർ വിരുന്നിന്റെ ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നടത്തിയ ഇഫ്താർ വിരുന്നാണ്. ആ വിരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലബാറിലുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് വേണ്ടി മാത്രം നടത്തിയതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാലി മുഹമ്മദ് ഉണ്ട്. സാലി, നമ്മൾ വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതായത് ഈ മലബാറിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി ഡി സതീശൻ ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നു. ആ ഇഫ്താർ വിരുന്ന് മലബാറിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ അതിൽ മലബാറിന് പുറത്തുനിന്ന് പങ്കെടുത്ത ഏക വ്യക്തി എന്ന് പറയുന്നത് മുഹമ്മദ് ഹുസൈനാണ്. അപ്പോൾ മലബാറിന് പുറത്തുനിന്ന് ആ ഇഫ്താർ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടാൻ മാത്രം എന്തു ബന്ധമാണ് മുഖ്യമന്ത്രിയും MDMA കേസിലെ പ്രതിയായ മുഹമ്മദ് ഹുസൈനും തമ്മിലുള്ളത്? ഒരു സാധാ പ്രവർത്തകൻ, ലാത്തി ചാർജിൽ പരിക്ക് പറ്റിയ ഒരു സാധാ പ്രവർത്തകനുമായിട്ടുള്ള ബന്ധമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയുമോ? ആ വാദം നിലനിൽക്കുമോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ഇവർ തമ്മിലുള്ളത് അസാധാരണമായ ബന്ധമാണെന്ന കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വന്നു. പക്ഷേ അപ്പോഴും ഒരു ലാത്തി ചാർജിൽ പരിക്കേറ്റ ഒരു കോൺഗ്രസ് പ്രവർത്തകനുമായി ഉണ്ടായിരുന്ന ബന്ധം വേണമെങ്കിൽ അങ്ങനെ വളർന്നോട്ടെ എന്ന് നമ്മളും കരുതി, പൊതുസമൂഹവും കരുതി. പക്ഷേ അങ്ങനെയല്ല ബന്ധം എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഏറ്റവും അവസാനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണിച്ച ആ സ്റ്റിൽസ് തന്നെയാണ്. കാരണം അത് 2025 മാർച്ച് 22-ന് കോഴിക്കോട് ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ പ്രതിപക്ഷ നേതാവ് ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് തന്നെ ഒരു ഇഫ്താർ വിരുന്ന്, റംസാൻ കാലമായിരുന്നു, ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. അതിൽ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളുകൾ മലബാറിൽ നിന്നുള്ള മന്ത്രിമാർ, മലബാർ മേഖലയിൽ നിന്നുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, പൗരപ്രമുഖർ, MES ഉൾപ്പെടെയുള്ള മുസ്ലിം മത സംഘടനകളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലീഡർഷിപ്പിലുള്ള ആളുകൾ, അങ്ങനെ ഏറ്റവും പൗരപ്രമുഖരെ മാത്രം തെരഞ്ഞെടുത്ത് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് വിളിച്ചു വരുത്തി ഇഫ്താർ നടത്തുന്നു. അതെല്ലാ പ്രതിപക്ഷ നേതാക്കളും മുഖ്യമന്ത്രിമാരും എല്ലാ കാലത്തും നടത്തുന്നതാണ്. അങ്ങനെ നടത്തുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ, രാഷ്ട്രീയ ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിലും അവരെയൊക്കെ വിളിച്ച് അവരെ ഒരു മേശയ്ക്ക് ഇരുത്തി അങ്ങനെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കാഴ്ചയായി മാറുന്നതാണ് എല്ലാ കാലത്തും നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഇഫ്താർ സംഗമം കേവലം മതസൗഹാർദ്ദം മാത്രമല്ല, മറ്റ് ചില സൗഹാർദ്ദങ്ങൾ കൂടി പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സ്റ്റിൽസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ അവിടെ ഇരിക്കുന്ന ഒരാളുണ്ട്. അത് ഈ MDMA കേസിലെ പ്രതിയാണ്. MDMA കേസിലെ പ്രതി ഈ ഹുസൈൻ തന്നെയാണ്. അത് ഹുസൈൻ ഇരിക്കുന്നു, പ്രതിപക്ഷ നേതാവ് അവിടെ നിൽക്കുന്നു. അപ്പോൾ എത്രമാത്രം ആത്മബന്ധം അതിലുണ്ട് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മാത്രമല്ല, എങ്ങനെയാണ് ഈ ഹുസൈൻ പെരുമ്പാവൂരിൽ നിന്ന് അവിടെ എത്തുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. കാരണം അതിൽ കൃത്യമായി അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നിറക്കിയ പത്രക്കുറിപ്പിലും ഒക്കെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. മലബാർ മേഖലയിൽ നിന്നുള്ള പൗരപ്രമുഖർക്ക് വേണ്ടിയുള്ള ഇഫ്താർ സംഗമം പ്രതിപക്ഷ നേതാവ് സംഘടിപ്പിക്കുന്നുവെന്നാണ്. ഈ പെരുമ്പാവൂരിൽ നിന്നുള്ള ഒരാൾ മലബാർ മേഖലയിലേക്ക് പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. മാത്രമല്ല, ഈ മലബാർ മേഖലയ്ക്ക് പുറത്ത് നിന്ന്, അതായത് പാലക്കാട് ജില്ലയ്ക്ക് ഇപ്പുറത്ത് ഈ തെക്കോട്ട്
പങ്കെടുത്ത ഏക ഒരാൾ വി ഡി സതീശൻ ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് ഏക ഒരാൾ ഈ ഹുസൈനാണ്. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഒരു VVIP ആയി തെക്കൻ മേഖലയിൽ നിന്നും മലബാറിലേക്ക് കൊണ്ടുപോകാൻ മാത്രം എന്തു ബന്ധമാണ് ഈ ഹുസൈനും പ്രതിപക്ഷ നേതാവ് ആയിരുന്ന വി ഡി സതീശനും ഇപ്പോൾ മുഖ്യമന്ത്രിയായ വി ഡി സതീശനും തമ്മിലുള്ള ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും. ആ ഉത്തരം നമ്മുടെ കൈവശമുണ്ട്. അത് കുറേ നാളുകളായുള്ള ബന്ധമാണ്. അത് പലതരത്തിൽ ഉപയോഗിക്കപ്പെട്ട ബന്ധങ്ങളാണ് എന്നുള്ളതാണ് പ്രശ്നം. അത് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങളെ കലാപമാക്കി മാറ്റുന്നതിലും മറ്റു ചില ഇടപാടുകൾ നടത്തുന്നതിലും ഒക്കെ ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ സജീവമായി വി ഡി സതീശൻ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത്. ആ ബന്ധം തുടരുകയും അതിൻ്റെ ലീഡറായി അത്തരം സംഘങ്ങളുടെ നേതൃനിരയിലേക്ക് ഹുസൈനെ കൊണ്ടുവരികയും ഇങ്ങനെ കൊണ്ടുപോയി അവിടെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ തമ്മിലുള്ള സൗഹൃദം കേവലം തല്ലുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരനും അതിൽ വേദന തോന്നിയ നേതാവും തമ്മിലുള്ള ബന്ധമല്ല, അതിനുമപ്പുറം മറ്റെന്തോക്കെ ഉണ്ടെന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, ഈ പ്രതികളുടെയൊക്കെ വിദേശയാത്രയാണ് പരിശോധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ കുറച്ച് ദിവസങ്ങളായി അവരുടെ വിദേശയാത്രകളെ സംബന്ധിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലും കുറച്ച് വിവരങ്ങൾ നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ രണ്ടുപേരും, മുഖ്യപ്രതി സലാമും ഹുസൈനും, നിരവധി തവണ വിദേശയാത്ര നടത്തി. സലാം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ വർഷം തന്നെ 6 തവണ പോയി. 6 തവണ പോയത് മലേഷ്യ, തായ്ലൻഡ്, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ആണ്. ഹുസൈനും സമാന രീതിയിൽ വിദേശയാത്ര നടത്തി. ഈ വിദേശയാത്ര നടത്തിയ സ്ഥലങ്ങൾക്കുള്ളൊരു പ്രത്യേകത, ഈ മലേഷ്യയും തായ്ലൻഡും ഒക്കെ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന കേന്ദ്രങ്ങളാണ് എന്നാണ്. അതിൻ്റെ റൂട്ട് കൃത്യമായി മലേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ദുബൈയിലേക്ക് വരുന്നു. ദുബൈയിൽ നിന്ന് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും എത്തുന്നു എന്നുള്ളതാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. അത് നമ്മുടെ എക്സൈസും അക്കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതാണ് അതിൻ്റെ റൂട്ട്. മലേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് വരുന്നത് എന്നുള്ളതാണ്. അപ്പം മലേഷ്യയിലും തായ്ലൻഡിലും ദിവസങ്ങളോളം ചെലവഴിക്കുന്നു. തുടർന്ന് ഇവർ UAE-യിലെത്തുന്നു. അത് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് കണ്ടാൽ ഫേസ്ബുക്കിൽ കണ്ടാൽ മനസ്സിലാവും. അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നു. ഇവർ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് കേരളത്തിലേക്ക് വന്നതെന്ന് പറയാൻ നമ്മുടെ തെളിവില്ല. പക്ഷേ ദുരൂഹമാണ് ഈ യാത്രകളെല്ലാം എന്ന കാര്യത്തിൽ തർക്കമില്ല. ബുർജ് ഖലീഫയുടെ മുന്നിലൊക്കെ നിൽക്കുന്ന ചിത്രങ്ങളാണ് എല്ലാ ഇടങ്ങളിലേക്കും, അതായത് മലേഷ്യ, UAE അവിടെയൊക്കെ പോയ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്.